ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ബിഗ് ബോസിന്റെ ഒരു പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഒരു എപ്പിസോഡ് റിവ്യൂ എന്നൊന്നും പറയുമല്ല, ഫുൾ ഓഫ് അവിഹിതങ്ങളാണ് ഗൈസ്. ഗേൾ ടു ഗേൾ, ബോയ് ടു ബോയ്, അങ്ങനെയൊന്നും അവർക്ക് ഒരു ഗേളാണോ ബോയ് ആണോ ഒന്നും ഇല്ല. അവർക്ക് അവിഹിതത്തിന് വേണ്ടിയിട്ടൊരു ആൾക്കാർ മതി. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ രാവിലെ തന്നെ അതായത് നമ്മുടെ ആര്യൻ്റെ ഒരു ഹ്യൂമാനിറ്റി ടാസ്ക് ഉണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് നമ്മുടെ റെനയ്ക്ക് അങ്ങോട്ട് അത്ര കംഫർട്ടബിൾ ആയിട്ടില്ല. സോ ആള് വന്നിട്ട് നൂറയുടെ അടുത്ത് പറയണം. നൂറയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരി നേരെ പോയിട്ട് ആര്യൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. പക്ഷെ ആര്യൻ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്ത് സോറി പറയുന്നില്ല. പുള്ളിക്കാരിക്ക് ഒരു സോറി മതി. അത് അപ്പോൾ ആ ഒരു സോറിയിൽ തീർക്കാവുന്ന പ്രശ്നം മോർണിംഗ് ടു ഈവനിങ് വരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ഇഷ്യൂ. അപ്പോൾ അങ്ങനെ രണ പറഞ്ഞപ്പം ആര്യൻ പറയുന്നുണ്ട്, എന്താണ് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കണം, അപ്പോൾ അത് ഒരു കണ്ടന്റ് ആയിക്കോളും എന്നൊക്കെ. അപ്പം ഈ അനീഷ് വന്നിട്ട് ഈ കാര്യം അനീഷ് നോക്കിയിരിക്കുകയായിരുന്നു ആര്യൻ്റെ കൊടുക്കുക. അപ്പോൾ അനീഷ് വന്ന് ഈ കാര്യം രണയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രണ പറയുന്നുണ്ട്, എന്താണ് അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അനീഷ് പറഞ്ഞു, നീ ഒരു കള്ളനാണ്, നീ വന്ന ദിവസം തന്നെ കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ആ ഒരു ഡയലോഗിലാണ്. ഹലോ ഹലോ ചേട്ടാ പറഞ്ഞു. കുന്നുംപുറ എത്ര മണിയാണ്? എത്ര? 35. ഓക്കെ ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്ന ബിഗ് ബോസിനകത്തുള്ള ഫുൾ ഓഫ് അവിഹിതങ്ങളാണ്. സോ ആണെന്നില്ല പെണ്ണെന്നില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ അവിഹിതങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആര്യൻ്റെയും രണയുടെയും ഇഷ്യൂ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആര്യനും രണയും തമ്മിലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും രണയ്ക്ക് അത് അങ്ങ് പിടിച്ചിട്ടില്ല. മീൻസ് പുള്ളിക്കാരിക്ക് പിന്നീടാണ് തോന്നിയത്. അപ്പം രണയ്ക്ക് ഒരു സോറി മതിയായിരുന്നു. അപ്പോൾ ആദ്യം പോയിട്ട് നൂറയുടെ അടുത്ത് സംസാരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ആര്യൻ്റെ അടുത്ത് തന്നെ വന്ന് ഈ ഒരു കാര്യം പറയുന്നുണ്ട് പുള്ളിക്കാരി. അപ്പോൾ ആര്യൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആര്യൻ പറഞ്ഞു, കുറച്ച് ദിവസം മുന്നേ നീ പറഞ്ഞൊരു വലിയ ഇഷ്യൂ ഉണ്ടാക്കി ആ ഒരു കണ്ടന്റ് ആയിരിക്കും എന്നൊക്കെ നീ ഇവിടെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല എന്നുള്ളൊരു രീതിയിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനീഷേട്ടൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് നീ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇല്ല. സോ കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്ന പോലെ തന്നെ നീ ഒരു കള്ളനാണ്, വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ടീമിലുള്ള എല്ലാവരും വന്നു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറയുന്നു, ഞാൻ പേടിച്ചു പോയി. ശരിയാണ് കേട്ടോ, പുള്ളിക്കാരി പേടിച്ചു പോയിട്ടുണ്ട്. മസ്താനിൻ്റെ ഇഷ്യൂ പോലെ ഇതൊരു ഇഷ്യൂ ആക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ടീമിലെ എല്ലാവരും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെ കൊണ്ട് സോറി പറയിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പുള്ളി അനീഷ് ഇങ്ങനെ കണ്ണട വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കണ്ടു ഒരു കള്ളനാണ് പറയുന്നത്. അപ്പം നൂറ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇവിടെ സോൾവ് ആയെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം ഏറ്റവും വലിയ പ്രശ്നം ആർക്കാന്നറിയാം, അനിമോൾക്കാണ്. അപ്പം അനിമോൾ വന്നിട്ട് പറയുന്നുണ്ട്, അവൻ സോറി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവര് ലൈനിക്ക് ചൊവ്വയോട് ചെയ്യുന്നതാണ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം രണ പറയുന്നുണ്ട്, അവള് സോറി പറഞ്ഞു, ഓക്കെ ആണ്, എനിക്കിനി പ്രശ്നമില്ല. അപ്പോൾ വീണ്ടും ഇവൾ ഇതിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, അവന് വെളിയിലൊരു ലൈഫ് ഉണ്ട്, നീ പറയുന്ന പോലെ അല്ല, അവന് എപ്പോഴും പറയുന്ന പോലെ തന്നെ അവന് ഒരിതുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ് ഇത് ചെയ്തവർക്ക് പ്രശ്നമില്ല, പിന്നെ നിനക്ക് എന്താണെന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സംഭവം. പിന്നെ അവിടെ നടന്നൊരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ജിഷ്യൻ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് പറയാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഉത്സിതം അവിഹിതം എന്ന് പറയുന്നത് ഷാനവാസും നെവിനും തമ്മിലാണ്. സോ നമ്മുടെ കിച്ചണിൽ വന്നിട്ട് ഒരു മല്ലിയില ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എപ്പോഴും നെവിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കട്ടെടുക്കുന്നു, അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്. സോ അടുത്ത കണ്ടന്റിന് വേണ്ടി വന്നിട്ടുണ്ട്, മല്ലിയില എടുത്ത് ഞാൻ ഇട്ട് തിന്നും എന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് വന്നപ്പോൾ അനുമോൾ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറയാം, അവനെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഞാനും എടുത്ത് കഴിക്കും എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു, അതെടുത്തോണ്ട് പോയി ഫുഡിലിട്ട് കഴിച്ചു. അപ്പോൾ ഷാനവാസ് എന്ത് ചെയ്തു, നമ്മൾ പ്രമോയിൽ കണ്ട പോലെ ഈ കൈ അതിനകത്ത് ഇട്ടപ്പം ഈ പാത്രം തട്ടി താഴെ പോയിട്ട് ഈ ഗ്ലാസ് പോയി. അപ്പോൾ അതിനവിടെ ഭയങ്കര അടിയാണ്. ഈ ഫിസിക്കലായിട്ടുള്ള ഇതൊന്നുണ്ടായി, അങ്ങനെ ഉണ്ടായി, തട്ടിയിട്ടു, സാധനങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു വലിയ പൂരടി നടക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസ് വന്ന് ആദിലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ വന്ന അന്ന് മുതൽ അവൻ ടൂർ ചെയ്യാൻ ശ്രമിക്കുകയാണ്, അവൻ എൻ്റെ കയ്യെ കയറി പിടിച്ചു ഗൈസ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൾ ഇങ്ങനെ പറയാണ്. അപ്പം നോമിനേഷൻ വന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദില ഈ സാധനം എടുത്തിടുകയാണ്.
പുള്ളിക്കാരി പറഞ്ഞു, പ്രവീണും ഇവിടുന്ന് പോയ പ്രവീണും പറയുന്നുണ്ടായിരുന്നു നെവിന് ആണുങ്ങളുമായിട്ട് ചെറിയൊരു സാധനം ഉണ്ടെന്നൊക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു ഇയറിലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഭയങ്കര കുലസിതങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പെണ്ണെന്നില്ല ആടുന്നില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു സീസണിലെ. അതെ, അപ്പം നെവിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള നോമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ ഓപ്പൺ നോമിനേഷൻ ഉണ്ട്, 8 ക്ലോസ്ഡ് ആയിട്ടുള്ള നോമിനേഷനും ഉണ്ട്. അപ്പം ആ നോമിനേഷന് നമ്മളിപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും അതും പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ഈ ഒരു വീഡിയോൻ്റെ. അപ്പം നല്ല ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും ഇതൊരു കുൽസിതം പാട്ടാണ് ഗായ്സ്. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ അവിടെ കുൽസിതങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ലാലേട്ടൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രമേ എനിക്കൊരു പ്രശ്നമുള്ളൂ. കാരണം ആൾ വന്നിട്ട് ഇതെങ്ങനെ സംസാരിക്കും അല്ലെ എങ്ങനെ ചോദിക്കും എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ജസ്റ്റ് ആ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. സോ നമ്മൾ ഓഡിയൻസ് റെസ്പോൺസ് എടുക്കാൻ പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് ജനങ്ങളോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്താണോ അത് ഈ ഒരു വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. സോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അത് ഉറപ്പായിട്ടും ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതെനിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.